നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ സുന്ദരവും മനോഹരവുമായിട്ടുള്ള ഭരണഘടനയുടെ ഒരു യുക്തിയെയാണ്. ഭരണഘടനയുടെ 76ാം വാർഷികമായി നമുക്കതിനെ കണക്കാക്കാം. ഈ കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി സൈന്യത്തിൽ നിന്ന് പിരിച്ചുവിട്ട ഒരു ക്രിസ്ത്യൻ പട്ടാളക്കാരൻ അദ്ദേഹത്തെ പട്ടാളത്തിലേക്ക് തിരിച്ചെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയും ഡൽഹി ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് പട്ടാളത്തിൻ്റെ ഡിസിപ്ലിനെ, അച്ചടക്കത്തിന് നിരക്കാത്തതാണ് എന്നും അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള പട്ടാളക്കാരുടെ വികാരങ്ങളെ അപമാനിക്കുകയും അപഹസിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പിരിച്ചുവിട്ട സൈന്യ നടപടിയെ അംഗീകരിക്കുകയാണ് ചെയ്തത്. ആ സൈന്യ നടപടികളുടെ അംഗീകാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ശ്യാമൽ കമലേശൻ എന്ന് പറയുന്ന ഈ പട്ടാളക്കാരൻ സുപ്രീം കോടതിയുടെ അടുത്ത് സുപ്രീം കോടതി കാര്യങ്ങളെല്ലാം പരിശോധിച്ച സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇദ്ദേഹം പട്ടാളം നൽകിയ ആജ്ഞകൾ അനുസരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അതിന് അദ്ദേഹം പറഞ്ഞ ന്യായം ഇതാണ്: ഞാനൊരു ക്രിസ്ത്യൻ മതവിശ്വാസിയാണ്, അതുകൊണ്ട് എനിക്ക് അമ്പലങ്ങളിലും മറ്റ് ആരാധനാലയങ്ങളിലും നടക്കുന്ന പൂജകളിൽ പങ്കെടുക്കാനായിട്ട് പറ്റില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ പട്ടാളം അല്ലെങ്കിൽ പട്ടാള ഭരണകൂടം അദ്ദേഹത്തെ പട്ടാളത്തിൽ നിന്ന് പിരിച്ചുവിട്ടു. നിങ്ങൾക്ക് പട്ടാളത്തിൽ അംഗമാകാനായിട്ടുള്ള യോഗ്യതയില്ല എന്നുള്ളതാണ് പട്ടാള ഭരണകൂടം അദ്ദേഹത്തിന് നൽകിയ മെസ്സേജ്. അതായിരുന്നു ഇതിന് ചോദ്യം ചെയ്യേണ്ട അദ്ദേഹം സുപ്രീം കോടതി ചെല്ലുകയും സുപ്രീം കോടതിയിൽ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ഗോപാൽ ശങ്കരൻ കോടതിയോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: ആർട്ടിക്കിൾ 25 അനുസരിച്ച് ഏതൊരു പൗരനും അദ്ദേഹത്തിൻ്റെ വിശ്വാസമുള്ളതായിട്ടുള്ള മതം സ്വീകരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ അവകാശമുണ്ട്. അതൊരു മൗലികാവകാശമാണ്. ഇന്ത്യൻ പട്ടാളത്തിൽ ചേർന്നു എന്നുള്ളതിൻ്റെ പേരിൽ ആ മൗലികാവകാശം കൈയൊഴിയാനായിട്ട് എൻ്റെ കക്ഷി തയ്യാറില്ല എന്നാണ് പറഞ്ഞത്. എൻ്റെ മൗലികാവകാശം എനിക്ക് തിരിച്ചു കിട്ടണം, ഞാൻ എൻ്റെ മതത്തിൽ മാത്രമേ വിശ്വസിക്കുള്ളൂ, മതം പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. കോടതി ഇക്കാര്യത്തെ നിരീക്ഷിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം ഇതാണ്: ഇന്ത്യൻ പട്ടാളം എന്ന് പറയുന്നത് സെക്കുലറാണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. സെക്കുലറായിരിക്കുന്ന ആ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ആത്മാഭിമാനവും അതേപോലെ തന്നെ അതിൻ്റെ ആത്മവിശ്വാസം കാത്തു സൂക്ഷിക്കണമെങ്കിൽ പട്ടാളം എടുക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കും. ഇദ്ദേഹം ഇന്ത്യൻ പട്ടാളത്തിൻ്റെ സെക്കുലർ ക്യാരക്ടറിനെ അല്ലെങ്കിൽ മതേതര സ്വഭാവത്തെ വെല്ലുവിളിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം അവിടെ ഉള്ള പൂജാകർമ്മങ്ങളിൽ പങ്കെടുക്കില്ല, മറ്റുള്ള പട്ടാളക്കാരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യമാണ്, പങ്കെടുക്കില്ല എന്ന് പറയുമ്പോൾ കൂടെയുള്ളതായിട്ടുള്ള പട്ടാളക്കാരുടെ ആത്മവീര്യത്തെ പോലും അയാൾ തകർക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇയാൾ പട്ടാളക്കാരനായിട്ട് യോഗ്യനല്ല എന്നാണ് കോടതി പറഞ്ഞത്. കോടതി ഇവിടെ എടുത്ത ആ നിലപാടെന്ന് പറയുന്നത് നമ്മളുടെ ഭരണഘടനയുടെ ഏറ്റവും മഹത്തരവും സുന്ദരവുമായിട്ടുള്ള വ്യാഖ്യാനങ്ങളിൽ ഒന്നായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. കാരണം ഭരണഘടന എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തെ മഹത്തരമാക്കി മാറ്റുന്നത് അത് കൈകാര്യം ചെയ്യുന്നവരുടെ ആത്മബോധമാണ് എന്ന് അംബേദ്കർ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ ഇത് അദ്ദേഹം അവതരിപ്പിച്ച സമയത്ത് അത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് ഓരോ കേസുകളിലും പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാവും. പല ജഡ്ജസും അവർക്ക് ശരിയല്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ഭരണകൂടത്തിന് വേണ്ടി ചില സമയത്തൊക്കെ അവർ ട്വിസ്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ബാബറി മസ്ജിദ് അടക്കമുള്ള പല കേസുകളിലും കോടതിയുടെ പരാമർശങ്ങൾ, കോടതിയുടെ ഇടപെടലുകൾ, കോടതിയുടെ വിധികൾ ഒക്കെ തന്നെ നമുക്കത്ര സ്വീകാര്യമായിരുന്നില്ല എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ ഇവിടെ വളരെ കൃത്യമായിട്ട് സുപ്രീം കോടതി ഒരു കാര്യം വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അത് സുപ്രീം കോടതിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകാൻ സാധ്യതയുള്ള മഹത്തായിട്ടുള്ള പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പ്രതീകമായിട്ട് മാറിത്തീരുകയാണ് ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റായിട്ട് സുപ്രീം കോടതി അത് എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് സെക്കുലർ എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. ആ തീരുമാനം എടുക്കുക വഴി യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഈ കാര്യങ്ങൾ ചെയ്ത ജസ്റ്റിസ് സൂര്യകാന്ത് മിശ്രയും അതേപോലെ തന്നെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നതായിട്ടുള്ള ജസ്റ്റിസ് ബാഗ്ജിയും എടുത്ത തീരുമാനം വളരെ പ്രസക്തമാണ്. അവരെ മറ്റ് ജാതി മതസ്ഥരെ മറ്റു വിഭാഗത്തിൽപ്പെട്ട എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ളൊരു മനസ്സ് മനുഷ്യനുണ്ടാകേണ്ടതാണ് എന്നതാണ് അവർ കണ്ടെത്തിയ കാര്യം. മാത്രമല്ല പട്ടാളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജാതിമത വിശ്വാസങ്ങൾക്ക് അതീതമായിട്ടുള്ള രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ശക്തിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിനകത്ത് ഇത്തരത്തിലുള്ളൊരു സെപ്പറേറ്റിസം
അനുവദിക്കാനായിട്ട് ഒരിക്കലും തയ്യാറല്ല എന്ന് കോടതി സുവ്യക്തമാക്കുന്നു. യഥാർത്ഥത്തിൽ ശാമുവൽ കമലേശൻ എന്ന് പറയുന്ന ഈ പട്ടാളക്കാരൻ പട്ടാളത്തിന് കൊള്ളില്ല എന്ന് കോടതി പറഞ്ഞു എന്നത് മാത്രമല്ല, ഇവനൊന്നിനും കൊള്ളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിനകത്ത് വലിയ തരത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുന്നവരാണ്. വെറുപ്പിൻ്റെ വെപ്പുശാലകൾ നിർമ്മിക്കുന്നതായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അവരെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്.